വചനമെന്ന വിശിഷ്ടദാനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന കർത്താവേ, ഏറെ അനുഗ്രഹീതമായ ഈ ദിനത്തിൻ്റെ രാത്രിയിൽ അവിടുത്തെ സന്നിധാനത്തിൽ ഞങ്ങൾ കടന്നു വരുവാൻ, അങ്ങേ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് സ്തോത്രം ചെയ്യുവാൻ അവിടുത്തെ മക്കളായി ഞങ്ങളെ അങ്ങ് സ്വീകരിച്ചിരിക്കുന്ന വിലയേറിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവവചനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ അടിയങ്ങൾക്ക് ശക്തി പോരാ. അവിടുത്തെ കൃപ നൽകി വചനത്തിൻ്റെ പൊരുളുകളെ ഞങ്ങൾക്ക് വേർതിരിച്ച് തരണമേ. ഈ ആലയത്തിൽ ആയിരിക്കുന്ന എല്ലാ വൈദികർക്കായും ഐക്യ കൺവെൻഷൻ പ്രതിനിധികൾക്കായും ഗായക സംഘത്തിനായും കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബലഹീന നടിനെയും അവിടുത്തെ സന്ധിയിൽ വിനയപ്പെടുത്തുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ധന്യവും അനുഗ്രഹീതവുമായ ഈ ദിവസത്തിൻ്റെ രാത്രിയിൽ നിങ്ങളോടൊപ്പം കർത്തൃനാമത്തിലായിരിക്കുന്നതിന് ദൈവം കൃപ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കൺവെൻഷൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സിറ്ററം ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വിൽസ് രാജച്ചൻ, ഈ ഇടവകയുടെയും ഡിസ്ട്രിക്റ്റിൻ്റെയും അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ CR വിൻസെൻ്റ് അച്ഛൻ, ഈ സഭയുടെ സഹ ശുശ്രൂഷകൻ റജിയച്ചൻ, ECI ഏരിയ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന സത്യരാജച്ചൻ, ഏറ്റവും പ്രിയങ്കരനായ റെനോഷച്ചൻ, ഐക്യ കൺവെൻഷൻ 71ാമത് ഐക്യ കൺവെൻഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ പോൾ രായ് സാർ, വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന ഐക്യ കൺവെൻഷൻ പ്രതിനിധികൾ, വളരെ മനോഹരമായ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഗായക സംഘാംഗങ്ങൾ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, മാതാപിതാക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ അവസരം അറിയിക്കുന്നു. ഈ ഇടവകയിൽ വിവാഹത്തിനും അല്ലാതെയും പല സന്ദർഭങ്ങളിലും കടന്നു വരുവാനിടയായിട്ടുണ്ടെങ്കിലും ഈ അൾത്താരയിൽ വചനദൂതുമായി ആദ്യമായാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനുള്ള അവസരമൊരുക്കിയ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ പ്രസ്ഥാനത്തോടും ഇതിന് സഹായിച്ച ഈ ഇടവകയിലെ അധ്യക്ഷനായിരിക്കുന്ന വിൻസെൻ്റ് അച്ഛനോടും കമ്മിറ്റിയോടും ഉള്ള നന്ദിയെ ഞാൻ ഈ അവസരം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വിൻസെൻ്റ് അച്ഛൻ എൻ്റെ മാതൃ ഇടവകയിലെ എൻ്റെ അച്ഛനായിരുന്ന വ്യക്തിയാണ്. അച്ഛനോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മിനിസ്ട്രിയിൽ അച്ഛൻ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. പ്രത്യേകമായ അഭിനന്ദനം ഒരിക്കൽ കൂടെ അച്ഛനെ അറിയിക്കുകയാണ്. കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷനെ സംബന്ധിച്ച് തിരുപുറം സഭയിലെ വിശ്വാസികളോട് പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. ഒരു കാലഘട്ടത്തിൽ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ ഊടും പാവുമായി പ്രവർത്തിച്ചവരാണ് ഈ സഭയിലെ വിശ്വാസ സമൂഹം. ഈ കാലഘട്ടത്തിലും വളരെ അനുഗ്രഹീതമായ നിലയിൽ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും അതോടൊപ്പം തന്നെ ഈ യോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരുപാട് ദൈവമക്കളുള്ള, ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന, ദൈവവചനം പ്രസംഗിക്കുന്ന അനേകർ ഉള്ള ഒരു ആലയമാണ് തിരുപുറം ഇടവക എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. പ്രിയമുള്ള പ്രേം ജേക്കബ് സാറിനെ പോലുള്ളവർ വളരെ പ്രഗത്ഭരായ പ്രസംഗകരാണ്. അപ്പം അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി അനേകരെ സംഭാവന ചെയ്ത ഒരു ഇടവകയാണ് തിരുപുറം ഇടവക. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ വരുന്ന കൺവെൻഷനിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും 2 ഉദ്ദേശങ്ങളോടുകൂടെയാണ് ഈ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സഭയെ പ്രാർത്ഥിക്കുവാനായി ആഹ്വാനം ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഏപ്രിൽ മാസം 20 മുതൽ 27 വരെ നടക്കുന്ന കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുക. നിങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഈ കൺവെൻഷനോടൊപ്പം നിന്ന് ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഇപ്പോൾ മുതലേ ആരംഭിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ദിവസത്തെ വചന ധ്യാനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഇന്ന് നാം പാഠമായി വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 13-14 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആകെ തുക നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് കഴിയും. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പുസ്തകമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ഇന്ന് നമുക്കറിയാം, സ്വാർത്ഥത നിമിത്തവും അതുപോലെ തന്നെ മനുഷ്യർ സ്വസ്നേഹികളായി തീരുന്ന നിമിത്തവുമുള്ള ഒത്തിരി അനർത്ഥങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തെ ന്യൂസിൽ ഞാൻ കേട്ടത്, നമ്മുടെ ഈ സമീപ പ്രദേശത്ത് നെയ്യാറ്റിൻകരയിൽ വസ്തുവിൻ്റെ അതിർത്തി തർക്കം മൂലം ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ്. ഇങ്ങനെ സ്വാർത്ഥതയും അതുപോലെ തന്നെ തന്നിഷ്ടവും നിമിത്തം മനുഷ്യൻ നിരന്തരം സ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ ജയിലിൻ്റെ ഉള്ളറയിൽ നിന്നും പുറത്തേക്ക് വന്ന ഫ്രാൻസിസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹവും ഒരു ഭക്തനായ ഒരു മനുഷ്യനാണ്. പോളണ്ടിലെ ഒരു സിറ്റിസണാണ്. അദ്ദേഹം ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോളണ്ട് മുഴുവനും ഓടി നടന്ന് പ്രസംഗിച്ചു. അദ്ദേഹം ഓടി നടന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: എന്നെ ജയിലറയിൽ നിന്ന് ഈ വെളിച്ചത്തിലേക്ക്, പുറം ലോകത്തിലേക്ക് കൊണ്ടുവന്നത് യേശുക്രിസ്തുവാണ്. അതിന് സഹായിച്ചത് മാക്സിമിലിയൻ കോൾബെയാണ്. എന്നെ രക്ഷിക്കുവാനായി സുവിശേഷമായി എൻ്റെ അടുക്കൽ ദൈവം അയച്ച മനുഷ്യനാണ് മാക്സിമിലിയൻ കോൾബെ. ദൈവത്തിൻ്റെ സ്നേഹം ഒരുവനെ രക്ഷിക്കുവാൻ മറ്റൊരുവനിലൂടെ പ്രവർത്തിക്കുന്ന വിധം നമുക്കിവിടെ കാണാനായി സാധിക്കും. ഈ ലോകത്തിലെ സകല മനുഷ്യരെയും സ്നേഹിച്ച ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ആഴങ്ങളിൽ നമുക്ക് അനുഭവിക്കുവാനായി സാധിക്കണം. ഇത് നോമ്പ് കാലഘട്ടമാണല്ലോ. നമ്മുടെ ആത്മശുദ്ധീകരണത്തിൻ്റെയും ആത്മശക്തീകരണത്തിൻ്റെയും നാളുകളാണ് ഈ നാളുകൾ. എന്നിൽ എന്തുമാത്രം ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു, ആ സ്നേഹം എനിക്ക് എത്രമാത്രം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ കഴിയുന്നു എന്ന് നാം ചിന്തിക്കേണ്ടുന്ന നാളുകളാണ് ഈ നോമ്പ് കാലഘട്ടം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ രാത്രിയിൽ 3 ചെറിയ ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൈവസ്നേഹം നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ കഴിയണമെങ്കിൽ നാം ഓർത്തിരിക്കേണ്ടുന്ന 3 ചെറിയ വസ്തുതകൾ. 1, അടുപ്പങ്ങളുടെ ആഴം കൂട്ടുക എന്നുള്ളതാണ്. അടുപ്പങ്ങളുടെ ആഴം കൂട്ടുക. അടുപ്പങ്ങളുടെ ആഴം കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അടുപ്പമുള്ള ആളുകൾ നമ്മുടെ ഭവനത്തിനുള്ളിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്, നാം ജോലി ചെയ്യുന്ന ഇടത്തുണ്ട്, നാം പഠിക്കുന്ന വിദ്യാലയങ്ങളിലുണ്ട്, നാം പ്രവർത്തിക്കുന്ന ഈ സമൂഹത്തിലുണ്ട്. നമുക്ക് അടുപ്പമുള്ള ധാരാളം ആളുകളുണ്ട്. ഈ അടുപ്പങ്ങളുടെ ആഴം, അടുപ്പം ഉണ്ട് എന്ന് നാം പറയുന്നുവെങ്കിലും പലപ്പോഴും ആ അടുപ്പം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നില്ല. അടുപ്പം ഉള്ളവരാണെന്ന് പറയുമ്പോൾ തന്നെ നാം അകന്നിരിക്കുന്നവരായി തീരുന്നു. അതുകൊണ്ട് അടുപ്പങ്ങളുടെ ആഴം കൂട്ടേണ്ടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിൻ്റെ ഹൃദയവികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കണം എന്നുള്ളതാണ്. നമുക്ക് ആളിനെ അറിയാം, ആ ആളിൻ്റെ മനസ്സിൻ്റെ വഴികൾ, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. മാറണം, നമ്മുടെ നിരാശകൾ മാറണം, നമ്മുടെ ദുഃഖങ്ങൾ മാറണം, നമ്മുടെ ആശങ്കകൾ മാറണം. എങ്കിൽ പുറത്തെ കൊടുമുടി കീഴടക്കുവാൻ എളുപ്പമായിരിക്കും. നാം ഭയപ്പെടുന്നതിനെ കീഴ്പ്പെടുത്തുവാൻ ഒട്ടും പ്രയാസമല്ല. നമുക്കൊരു ആത്മവിശ്വാസം വേണം.
മുന്നോട്ട് പോകുവാനുള്ള ശക്തിക്കായി ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ പ്രതിയോഗി എന്ന് പറയുന്നത് പുറത്തുള്ള ആളല്ല, നമ്മുടെ അയൽവാസിയല്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയല്ല, നാം ശത്രു എന്ന് കരുതി മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തിയല്ല. നമ്മുടെ ശത്രു ആരാണ്? നാം തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ പ്രതിയോഗി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഭയമാണ്. നമ്മെ ഭയപ്പെടുത്തുന്ന എല്ലാറ്റിനെയും നമുക്ക് കീഴ്പ്പെടുത്തുവാനായി സാധിക്കണം. ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ നാം എന്ത് ചിന്തിക്കും? മറ്റുള്ളവർ എന്ത് കരുതും? വീണു പോകുമോ? തോറ്റുപോകുമോ? പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ അല്ലേ? പരീക്ഷയൊക്കെ ഇങ്ങനെ അവസാനിക്കാറായി വരികയാണ്. കുഞ്ഞുങ്ങളൊക്കെ ചിന്തിക്കുന്നു, ഞാൻ തോറ്റുപോകുമോ, ഞാൻ പരാജയപ്പെട്ടു പോകുമോ? നാട് വിടാനും സൂയിസൈഡ് ചെയ്യാനും ഒക്കെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സന്നദ്ധരാകുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. ഒരു പരാജയഭീതി, നമ്മുടെ അകത്തെ കൊടുമുടിയായ ഭയം നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, വളരുക എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. മറ്റാരെങ്കിലും എനിക്ക് വേണ്ടി എന്തെങ്കിലും നേടിത്തരും എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ പരാജയം ആരംഭിക്കുന്നത്. അവരവർ തന്നെ അധ്വാനിച്ചാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന പടവുകളിലെത്താൻ കഴിയുകയുള്ളൂ. ആരുടെ സഹായം കൂടെ വേണം? ദൈവത്തിൻ്റെ സഹായം വേണം. ചിലർ പറയും 50-50, ദൈവം പകുതി ഞാൻ പകുതി. തീർത്തും തെറ്റാണ്. പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ, എന്തെങ്കിലും ഒന്ന് നേടുവാനുള്ള ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പ്രയാണം ചെയ്യുന്ന ഒരു വ്യക്തി 100% അധ്വാനിച്ചാൽ നിന്റെ കഴിവും പ്രാപ്തിയും പൂർണ്ണമായി നീ വിനിയോഗിച്ചാൽ, അതിനെ കുഴിച്ചിടുകയല്ല, നിന്റെ കഴിവും പ്രാപ്തിയും നീ 100% വിജയിച്ചാൽ കർത്താവ് 100% റിസൾട്ട് തരും. 100% നിന്റെ കഴിവും പ്രാപ്തിയും നീ ഉപയോഗിച്ചാൽ 100% വിജയം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. നാം ഏത് മണ്ടനും ആയിക്കോട്ടെ, നമ്മുടെ കഴിവ് നാം പൂർണ്ണമായി വിനിയോഗിച്ചാൽ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ നിറയുന്നത് നമുക്ക് അനുഭവിക്കാനായി സാധിക്കും. ഒന്നിനെയും പരാജയ ഭീതിയോടുകൂടെ കാണുവാൻ കഴിയാതെ ആത്മവിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കും. ഒരിക്കലും നമ്മോടുകൂടെ നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ പള്ളിക്കാരോ സഹവിശ്വാസികളോ ആരെങ്കിലും ഉണ്ടാകുമെന്ന് ചിന്തിക്കരുത്. എൻ്റെ കൂടെ ആര് മാത്രമേ ഉള്ളൂ? കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ള ഒരു കർത്താവുണ്ട്. നമ്മളെ കൈവിടുന്നവനല്ല ഈ സ്നേഹിക്കുന്ന കർത്താവ്. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഈ രാത്രിയിൽ, ഈ ആലയത്തിൽ ഈ ശബ്ദം കേൾക്കുന്നതിൽ ആരെങ്കിലും ജീവിതത്തെക്കുറിച്ച് നിരാശയോടെ, ഭാരത്തോടെ, സങ്കടത്തോടെ, കർത്താവേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നിരാശപ്പെടരുത്. കർത്താവ് സമ്പന്നനാണ്, നമ്മെ അനുഗ്രഹിക്കുവാൻ സമ്പന്നനാണ്, നമ്മെ നടത്തുവാൻ ശക്തനാണ്. അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മറന്നു പോകരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയും ഈ കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഈ അവസരം എല്ലാവർക്കും എഴുന്നേൽക്കാം. സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അതെ, നാം എല്ലാവരും വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജനിക്കപ്പെട്ടവരാണ്. ആ കർത്താവിൻ്റെ സ്നേഹം നമ്മിൽ ഉണ്ടാവുകയും നമ്മിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല വേളകളിൽ ആശ്വാസം പകരുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നാം ഒറ്റയ്ക്കല്ല. ഈ ലോകത്തിൽ മറ്റാരുമില്ലെങ്കിലും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട. ദൈവത്തിൽ നാം സമ്പൂർണ്ണമായി ആശ്രയിക്കുക. പല നാൾ കരുതി ഞാനേകനെന്ന്
അന്നാളിലവൻ എന്നോടു ചൊല്ലി, പല നാൾ കരുതി ഞാൻ ഏകനെന്ന്. അന്നാളിലവൻ എന്നോടു ചൊല്ലി, ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ നടത്തുന്നോൻ നിന്നോട് കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ നടത്തുന്നോൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം, അവനൻ ബലം. പാരിതിൽ പാർക്കും നാൾ അവനൻ ബലം. അവനെൻ്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനെൻ്റെ സർവ്വവുമേ. അവനെൻ്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനെൻ്റെ സർവ്വവുമേ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, ഈ രാത്രിയിൽ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി വരുവാനും ഞങ്ങളുടെ സൃഷ്ടിതാവും ദൈവമായ കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനും അങ്ങ് നൽകിയ വിലയേറിയ കൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം. കർത്താവെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അങ്ങയെ ധ്യാനിക്കുവാനും ഒരു നിമിഷം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയല്ലോ. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവെ, ഞങ്ങൾ അടുപ്പമുള്ളവരാണെങ്കിലും എത്രമാത്രം ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാൻ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ, സമൂഹത്തെ സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടെ ശോധന ചെയ്യുവാൻ അവിടെ നിന്ന് ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. കർത്താവെ, അകലങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ, ഞങ്ങൾ പലപ്പോഴും അതിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഞങ്ങൾ മറ്റുള്ളവരെ ചേർത്ത് നിർത്തേണ്ടുന്ന വലിയ ഉത്തരവാദിത്വം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളോടുകൂടെ ഈ സമയം അവിടുത്തെ മക്കൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നുവോ അവിടെ നിന്ന് അവയെല്ലാം തൻ്റെ മക്കൾക്ക് നൽകും എന്നടിയൻ വിശ്വസിക്കുന്നു. അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ദാസർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ പ്രസിദ്ധരായ ദൈവത്തിൻ്റെ ദാസന്മാർ ആ പ്രദേശത്ത് വന്ന് 8 നാളുകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ ചെവിയുള്ളവൻ കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ 100, 60, 30 മേനി ഫലം വിളയിക്കുന്ന ജീവിതം ഈ ലോകത്തിൽ നയിക്കുവാൻ തൻ്റെ മക്കളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കൺവെൻഷന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളിലും നേതൃത്വം നൽകുന്ന അവിടുത്തെ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ട് പകരണമേ. ഇവിടെ ആയിരിക്കുന്ന വന്ധ്യരായ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐക്യ കൺവെൻഷൻ പ്രതിനിധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുപുറം ഇടവകയ്ക്ക് വേണ്ടി, ഈ ഇടവകയിലെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ ഇടവകയിലെ അച്ഛന്മാരെയും കമ്മിറ്റിയെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഈ രാത്രികാലം സമാധാനത്തോടു കൂടി അയക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നമുക്കിന്ന് ലഭ്യമായ ആരാധന അനുഭവത്തോടും 71ാമത് കൺവെൻഷൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടും എന്നും നീക്കിയിരിക്കുമാറാകട്ടെ. ആമേൻ.